everyone, welcome to CS Classroom. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് നമ്പർ 1 മെമ്മറി അലോക്കേഷൻ. മെമ്മറി അലോക്കേഷൻ സ്ട്രാറ്റജിയിൽ തന്നെ 3 മെമ്മറി അലോക്കേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്, അല്ലെങ്കിൽ സ്കീംസ് ഉണ്ട്. ആ കാര്യങ്ങളാണ്, ആ 3 സ്കീംസാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്പർ 1 ഈസ് ഫസ്റ്റ് ഫിറ്റ്, നമ്പർ 2 ഈസ് ബെസ്റ്റ് ഫിറ്റ് ആൻഡ് നമ്പർ 3 ഈസ് വേർസ്റ്റ് ഫിറ്റ്. ആൻഡ് ഓൾസോ നമ്മൾ ഗാർബേജ് കളക്ഷനും കോമ്പാക്ഷനും എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കും. ഇത്രയും കാര്യം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൊഡ്യൂൾ 2 സമ്മപ്പ് ആവും. ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് ബിഗിൻ. മെമ്മറി അലോക്കേഷൻ. ആദ്യം നമ്മൾ മെമ്മറി അലോക്കേഷൻ സ്കീം മനസ്സിലാക്കുന്നതിന് മുമ്പ് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ലിങ്ക് ലിസ്റ്റ് നമ്മുടെ മെമ്മറി അലോക്കേറ്റ് ചെയ്തു. സെയിം സിറ്റുവേഷൻ, സെയിം കാര്യം തന്നെയാണ്. മെമ്മറി അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മെമ്മറിനെ ബുക്ക് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അസൈനിങ് അവൈലബിൾ മെമ്മറി സ്പേസ് ടു പ്രോഗ്രാംസ് ഓർ പ്രോസസ്സസ് സോ ദേ ക്യാൻ റൺ എഫിഷ്യൻ്റ്ലി. ഓക്കെ, പ്രോഗ്രാമിനും പ്രോസസ്സിനോ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മെമ്മറി സ്പേസിനെ നമ്മൾ അസൈൻ ചെയ്യുവാണ്. അതിനെ നമ്മൾ മെമ്മറി അലോക്കേഷൻ എന്ന് പറയും. ഓക്കെ, സോ സപ്പോസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. നമ്മളിവിടെ ഈ ഷെയ്ഡഡ് ആയിരിക്കുന്ന സ്ഥലം ഒക്കുപ്പൈഡ് ആണ്. ഒക്കുപ്പൈഡ് ആയിട്ടുള്ള മെമ്മറി സ്പേസസ് ആണ്. ഇതെല്ലാം ഫ്രീ സ്പേസസ് ആണ്. ഓക്കെ, ഓൾറൈറ്റ്, സോ നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ ഇങ്ങനെയാണ്. നമ്മുടെ യു ക്യാൻ സി ഇതൊരു 100 KB സ്പേസ് ആണ്, ഇതൊരു 120 KB സ്പേസ് ആണ്, ഇത് 110 KB സ്പേസ് ആണ്. ഓക്കെ, ബാക്കി ഇതെല്ലാം എന്താണ്, ഒക്യുപ്പൈഡ് ആണ്. ഇതെല്ലാം ഒക്യുപ്പൈഡ് ആണ്. ഓക്കെ, സോ ഇത് നമ്മുടെ സിറ്റുവേഷൻ ഇതാണ് നമ്മുടെ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രോസസ്സസ് വരുവാണ്. P1 80 KB യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് പ്രോസസ് 1 ആണ്. പ്രോസസ് 1ന് അതിന് കംപ്ലീറ്റ് ആവാൻ വേണ്ടി 80 KB 80 KB സ്പേസ് റിക്വയർഡ് ആണ്. P2ന് 100 KB സ്പേസ് റിക്വയർഡ് ആണ്. ആൻഡ് P3ന് 90 KB സ്പേസ് റിക്വയർഡ് ആണ്. അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് ഏത് മെമ്മറി സ്പേസ് ഇവർക്ക് കൊടുക്കും? ഓൾറൈറ്റ്, അപ്പോൾ അതിനുവേണ്ടി എന്താണ്, ഒരു സ്ട്രാറ്റജി വേണം, ഒരു സ്കീം വേണം. ഓക്കെ, അതിനാണ് നമ്മൾ മെമ്മറി അലോക്കേഷൻ സ്കീം എന്ന് പറയുക. ഓക്കെ, സോ നമുക്ക് ഹൗ ടു അലോക്കേറ്റ് ദീസ് പ്രോസസ്സസ് ടു ദി മെമ്മറി സ്പേസസ്, വാട്ട് സ്ട്രാറ്റജി ഓർ സ്കീംസ് ടു ഫോളോ, അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള അലോക്കേഷൻ സ്കീംസിൽ വരുന്നതാണ് ഫസ്റ്റ് ഫിറ്റ്, നെക്സ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ് ആൻഡ് വേർസ്റ്റ് ഫിറ്റ്. ഇതാണ് 4 കോമൺ ആയിട്ട് വരുന്ന അലോക്കേഷൻ സ്കീംസ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ 3 കാര്യങ്ങളായിരിക്കും. ഫസ്റ്റ് ഫിറ്റ് പഠിക്കും, ബെസ്റ്റ് ഫിറ്റ് പഠിക്കും, വേർസ്റ്റ് ഫിറ്റ് പഠിക്കും. നെക്സ്റ്റ് ഫിറ്റ് നമ്മുടെ സിലബസിലില്ല, അതുകൊണ്ട് ഞാനതിനെ കൺസിഡർ ചെയ്തിട്ടില്ല. ഓൾറൈറ്റ്, സോ അതും ഈസി തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ കവർ ചെയ്യാം, പക്ഷേ നോട്ട് നെസസറി ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദി സിലബസ്. ഓക്കെ, സോ നമുക്ക് ഒന്നൊന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഫിറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഫിറ്റ് മെമ്മറി അലോക്കേഷൻ. ഇതിൽ എന്താ ചെയ്യുന്നത്, ദി മെമ്മറി ഈസ് അലോക്കേറ്റഡ് ടു ദി ഫസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക്. ദാറ്റ് ഈസ്, ഇതിനെ ഹോൾ എന്ന് പറയും നമ്മൾ. ദാറ്റ് ഈസ് ലാർജ് ഇനഫ് ടു സാറ്റിസ്ഫൈ ദി പ്രോസസ്സസ് റിക്വസ്റ്റ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യും മെമ്മറീനെ. ഒരറ്റത്ത് നിന്ന് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് കിട്ടുന്ന നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ പ്രോസസ്സിന് എത്ര വേണോ അതിനനുസരിച്ച് ആദ്യം കിട്ടുന്ന അവൈലബിൾ എന്താണോ അതിന് നമ്മളങ്ങ് ബുക്ക് ചെയ്യും. അതാണ് ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. സോ ഇവിടെ എന്താ ബേസിക്കലി ചെയ്യുന്നത്, നമ്മുടെ ഫ്രീ ബ്ലോക്ക് ഒരുപാട് വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ടത്തോളം നമ്മൾ എടുക്കും, ബാക്കിനെ നമ്മൾ ഫ്രീ ആക്കി വെക്കും. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്, സപ്പോസ് നമ്മുടെ അവൈലബിൾ മെമ്മറി ബ്ലോക്ക് സ്പേസസ് 100 KB, 500 KB, 200 KB ആൻഡ് 350 KB ആണ് വിചാരിക്കുക. വിഷ്വലൈസ് ചെയ്യാം ഇങ്ങനെ. ഓൾറൈറ്റ്, സോ ഇതാണ് നമ്മുടെ 100 KB സ്പേസ്, 500 KB സ്പേസ്, 200 KB സ്പേസ് ആൻഡ് 350 KB സ്പേസ്. ഓക്കെ, നമ്മുടെ പ്രോസസ്സസ് വരുവാണ്. P1ന് എന്താണ്, 120 KB വേണം, P2ന് 150 KB വേണം, P3ന് 220 KB വേണം ആൻഡ് P4ന് 80 KB വേണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഫിറ്റ് മെമ്മറി അലോക്കേഷൻ വെച്ചിട്ട് ഈ പ്രോസസ്സിനേക്ക് ഒന്ന് അലോക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ ഫസ്റ്റ് ഫിറ്റ് എന്താ പറയുന്നത്, നമ്മൾ സ്കാൻ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്കിൽ നമ്മൾ ഫിറ്റ് ചെയ്യുക. സോ ആദ്യം വരുന്നത് 120 KB ആണ് P1. ഓക്കെ, സോ P1 വരുമ്പോഴത്തേക്ക് ഇത് 100 KB ആണ്, 120 KB ആണ് വേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും. ഓൾറൈറ്റ്, സോ 500 KB വരുമ്പോഴത്തേക്ക് യെസ് കിട്ടി. ഓൾറൈറ്റ്, സി 500-നേക്കാളും കുറച്ചുകൂടെ, അതിന് 200 മതിയായിരുന്നു, 200 മതിയായിരുന്നു, 350 മതിയായിരുന്നു, പക്ഷേ 200 കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ എന്താണ് ചെയ്തത്, സ്കാൻ ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന അവൈലബിൾ സ്പേസ് വിച്ച് ഇറ്റ് ക്യാൻ ഫിൽ, അതങ്ങ് എന്ത് ചെയ്യും, പോയിട്ട് അങ്ങ് ഫില്ല് ചെയ്യും. ഓക്കെ, സോ സപ്പോസ് നമ്മളിങ്ങനെ നോക്കാം. സപ്പോസ് 120 KB ഫില്ല് ചെയ്ത്. ഓൾറൈറ്റ്, 120 KB ഫില്ലായി. ഓക്കെ, സോ ഇത് ഫില്ലായി എന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കി എത്രയുണ്ട്, 380 KB ബാക്കി ഉണ്ട്. ഓൾറൈറ്റ്, സോ നമ്മൾ എന്താണ്, 380 KB ആണ് ബാക്കിയുള്ളത്. ഇത് ഫിൽഡ് ആയി കഴിഞ്ഞു. ഓൾറൈറ്റ്, അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ ഫ്രീ ബ്ലോക്ക് ഈസ് ലാർജർ ദാൻ റിക്വയർഡ്,
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു 2 പാർട്സ്. എന്തൊക്കെയാണ്? 1 പാർട്ട് ഫോർ ദി പ്രോസസ്, ദ റിമൈനിങ് പാർട്ട് സ്റ്റേസ് ഫ്രീ ഫോർ ഫ്യൂച്ചർ യൂസ്. ഓൾറൈറ്റ്. ഇനി എന്താണ്? ഇനി അടുത്ത ആൾ വരുവാണ്. അടുത്ത ആൾ എന്താ പറയുന്നത്? യു ക്യാൻ സീ 150. okay, so 100 ലോട്ട് വന്നു P2, right? So this is occupied by P1, right? Now P2 വരുവാണ് 150, 100 ഒതുങ്ങത്തില്ല, right? 500, ഇവിടെ എത്ര സ്പേസ് ഉണ്ട്? 380 KB, right? അപ്പൊ എന്ത് ചെയ്യും? ഇതിനെ യൂസ് ചെയ്യും. ഓക്കെ, സോ 380 KB സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തിനെ യൂസ് ചെയ്യും? അതിൽ നിന്ന് നമ്മൾ എന്തെടുക്കും? യു ക്യാൻ സീ, നമ്മൾ അതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള 150 മാത്രം നമ്മൾ എടുത്തിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യും? അവിടെ തന്നെ വെക്കും. ഓൾറൈറ്റ്. സോ വി വിൽ ടേക്ക് 150 ഔട്ട് ഓഫ് ദിസ്. ഓക്കെ, സോ 150 KB നമ്മൾ ഇവിടെ യൂസ് ചെയ്തു. ഓക്കെ, ദിസ് വുഡ് ബി P2. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 230 KB റിമൈനിങ് ആണ്. 230 KB ഈസ് റിമൈനിങ്. ഓക്കെ, ഇത് റിമൈനിങ് സ്പേസ് ആണ്. സോ P2 കഴിഞ്ഞു. ഇനി അടുത്ത ആറാ വരുന്നത് P3 വരുവാണ്. P3 നോക്കും, ഇത് സാറ്റിസ്ഫൈ ആവത്തില്ല. ഇവിടെ നോക്കും 230 KB, യെസ്, റൈറ്റ്. അപ്പൊ എന്ത് ചെയ്യും? ഇതിനെയും എടുക്കും. ഓൾ റൈറ്റ്. സോ എന്ത് ചെയ്യും? അതിനെടുക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് നമുക്ക് ഇതിനൊന്ന് റൈസ് ചെയ്യാം. സോ എത്ര സ്പേസ് എടുക്കും? യു ക്യാൻ സി 220 230 ആയിരുന്നു. സോ 220 സ്പേസ് എടുക്കും. ഓക്കെ, 220 KB എടുത്തു കഴിഞ്ഞു. ഇത് നമ്മൾ P3 അലോക്കേറ്റഡ് ആയി. അപ്പോൾ ബാക്കി എത്രയാണ്? നമുക്ക് 10 KB സ്പേസ് അവൈലബിൾ ആണ്. ഓൾ റൈറ്റ്. ഇനി നമ്മൾ എന്താണ്? അടുത്ത ആരാണ്? P4. P4ന് എത്ര വേണം? 80 വേണം. സ്കാൻ ചെയ്തപ്പോൾ തന്നെ അവൈലബിൾ കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? 80 KB അതിനെ അലോക്കേറ്റ് ചെയ്തു. ഓൾ റൈറ്റ്. സോ റിമൈനിങ് എത്രയുണ്ട്? 20 KB റിമൈനിങ് ആണ്. ഓക്കെ, സോ ഇൻ ദി എക്സാമിനേഷൻ ദേ മേ ആസ്ക് യു എത്ര സ്പേസസ് റിമൈനിങ് ഉണ്ട്. ഓൾ റൈറ്റ്, അങ്ങനെ ചോദ്യമൊക്കെ വരാം. സോ ബാക്കി എന്ത് ചെയ്യുന്നത്? നിങ്ങൾ 20 + 10 + 200 + 350 എന്താണ്? അൺഅവൈലബിൾ ആണ്, സോറി, അലോക്കേറ്റ് ചെയ്തിട്ടില്ല, ഇത് ഫ്രീ ആയിട്ട് കിടക്കുവാന്ന് വേണമെങ്കിൽ പറയാം. ഓൾറൈറ്റ്. സോ ഇതാണ് ഫസ്റ്റ് ഫിറ്റ് മെമ്മറി അലോക്കേഷന്റെ ലോജിക്. ഇനി ഫസ്റ്റ് ഫിറ്റ് മെമ്മറി അലോക്കേഷന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളും ഫാസ്റ്റുമാണ്. കാരണം എന്താണ്? it finds a suitable block because it stops searching as soon as it finds a fit. സോ അതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് വെരി ഈസി ടു ഇംപ്ലിമെന്റ് ആൻഡ് ക്യാൻ ക്വിക്ലി ഫൈൻഡ് എ സൂട്ടബിൾ ബ്ലോക്ക്. കാരണം എന്താണ്? നമ്മൾ ലീനിയർലി സെർച്ച് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മെമ്മറി സ്പേസ് ഒരുപാട് കൂടുതലാണെങ്കിലും അത് എടുക്കും. ഓൾറൈറ്റ്. സോ അത് വളരെ ഈസിയാണ്, സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആണ് ടു ഇംപ്ലിമെന്റ്. ഓക്കെ, നൗ രണ്ടാമത്തെ കാര്യം എന്താണ്? ഒബ്വിയസ്ലി ലോ ഓവർ ഹെഡ് ആണ്. ഇറ്റ് റിക്വയർസ് മിനിമൽ കോമ്പ്യൂട്ടേഷണൽ ഓവർ ഹെഡ്. കാരണം എന്താണ്? നമുക്ക് എളുപ്പത്തിൽ ഈ അൽഗോരിതത്തെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ എന്താണ്? മിനിമൽ കോമ്പ്യൂട്ടേഷണൽ ഓവർ ഹെഡ്. പക്ഷെ ഡിസഡ്വാൻറ്റേജസ് എന്തായിരിക്കും? ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. യു ക്യാൻ സീ ഫസ്റ്റ് തിങ് ഈസ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, നമുക്ക് ഇത് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ വെച്ച് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. സപ്പോസ് നമ്മുടെ മെമ്മറി ബ്ലോക്ക് ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് യു ക്യാൻ സീ സപ്പോസ് നമുക്ക് 200 KBയുടെ സ്പേസ് ഉണ്ട്. 200 KBയുടെ സ്പേസ്. ഓക്കെ, നൗ യു ക്യാൻ സീ നമുക്കൊരു 100 KBയുടെ സ്പേസ് ഉണ്ട്. ഓക്കെ, 100ഉം 200ഉം ഒരേപോലെ ഇരിക്കുകയാണ്. പക്ഷേ ഓൾറൈറ്റ്, നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യാം. സപ്പോസ് ഇത് അടുത്തത് നമുക്ക് 50 KBയുടെ ഒരു സ്പേസും കൂടെ അലോക്കേറ്റ് നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. നമ്മുടെ പ്രോസസ് P1 വരുന്നത് അതിന് വേണ്ടത് 50 KB ആണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ നമ്മൾ ഇവിടുന്ന് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഫിറ്റ് എന്താ ചെയ്യുന്നത്? 200 കിട്ടി. അപ്പോൾ ഉടനെ എന്ത് ചെയ്യും? അങ്ങോട്ട് അലോക്കേറ്റ് ചെയ്യും. സോ 50 KB ഇവിടെ അലോക്കേറ്റഡ് ആയി. അപ്പോൾ റിമൈനിങ് എത്രയുണ്ട്? 150 KB ബാക്കി വരുവാണ്. ഓൾറൈറ്റ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ അപ്പോൾ എന്താണ്? 50 KB ഇവിടെ എടുത്തിരിക്കുവാണ്. ഇനി ഈ സിറ്റുവേഷനിൽ സപ്പോസ് നമ്മൾ എന്താണ്? ഇവിടെ 150 ഇവിടെ കിടക്കുവാണ്. ഇവിടെ നമ്മൾ അടുത്ത P2 180 KB വരുവാണ്. സോ യു സി 180 KB ഇവിടെ വരുമ്പോഴത്തേക്കും അത് 150 ആണ്, അലോക്കേറ്റ് ആവത്തില്ല. 100 അതും അലോക്കേറ്റ് ആവത്തില്ല. 50 അതും അലോക്കേറ്റ് ആവത്തില്ല. ഓൾറൈറ്റ്. സോ ഇതെന്താണ്? ഇവിടെ ഈ മെമ്മറി സ്പേസ് എന്തായിട്ട് കിടക്കുവാണ്? ഇവിടെ ഇങ്ങനെ കെട്ട് കിടക്കുക. സോറി, ഇവിടെ ദിസ് 150 KB എന്താണ്? കെട്ടിക്കിടക്കുവാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓൾറൈറ്റ്. സോ ഈ സിറ്റുവേഷൻ എന്താണ്? ഇതിനെ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയും. ഓൾറൈറ്റ്. അതുപോലെ എന്താ? പല സ്ഥലങ്ങളും ഇങ്ങനെ എന്താണ്? അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രീ സ്പേസ് ഇങ്ങനെ വെറുതെ കിടക്കും. ഓൾറൈറ്റ്, ഒരു കാര്യമില്ലാതെ. അപ്പോൾ നമ്മൾ എന്ത് പറയും? അത് ഒരു എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഇതിനെ വായിക്കാൻ നോക്കാം. ഓവർ ടൈം ഇറ്റ് ക്യാൻ ലീഡ് ടു മെനി സ്മോൾ അൺയൂസബിൾ ഫ്രീ ബ്ലോക്സ് സ്കാറ്റേർഡ് ത്രൂ ഔട്ട് മെമ്മറി.
These blocks may not be large enough to be allocated to new process. അതാണ് നമുക്ക് ഇവിടെ വന്നത്. ആദ്യം നമ്മൾ 50 കഴിഞ്ഞിട്ട് 180 വന്നപ്പോഴത്തേക്കും പറ്റുന്നില്ല. ഓൾറൈറ്റ്, പക്ഷെ നമ്മൾ ആദ്യമേ 50 ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ 200 ഈസി ആയിട്ട് 180 എടുക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല, കാരണം അത് ഫസ്റ്റ് ഫിറ്റ് ആയതുകൊണ്ട്. റൈറ്റ്, സോ ഈവൻ ദോ ദി ടോട്ടൽ മെമ്മറി ഈസ് സഫീഷ്യൻറ്റ്, എന്നാൽ പോലും നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം എന്താണ് പെട്ട് കിടക്കുവാണ്. ഇതിന് നമ്മൾ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പേര് വിളിക്കും. ഓൾറൈറ്റ്, അതെന്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തത് ഇൻഎഫിഷ്യന്റ് മെമ്മറി. സി, നമ്മൾ ഇൻഎഫിഷ്യന്റ് നമ്മൾ ഉദാഹരണം കണ്ടു. കാരണം എന്താണ്, 50 നമ്മൾ ഇവിടെ കൊടുത്തിട്ട് 150 ഇവിടെ കൊടുക്കാമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇൻഎഫിഷ്യന്റ് മെമ്മറി യൂസേജ്. ഇറ്റ് അലോക്കേറ്റ്സ് എ ലാർജ് മെമ്മറി ബ്ലോക്ക് for a small process, leaving a large fragmented space that is difficult to use for other process. Okay, now slow search for large request. Right, if a process needs a very large amount of memory, the algorithm might have to search through many small unsuitable blocks, slowing down the allocation process. Right, സി, നമുക്ക് വലിയൊരു സ്പേസിന്റെ ആവശ്യം വന്നു, എന്നാലും എന്ത് ചെയ്യണം, അത് മുഴുവൻ തപ്പിക്കൊണ്ടേയിരിക്കും. റൈറ്റ്, അപ്പൊ എന്താണ്, അത് സ്ലോ സെർച്ച് ആണ് ലാർജ് റിക്വസ്റ്റിന് വേണ്ടി. കാരണം ചിലപ്പോൾ മുഴുവൻ തപ്പിക്കിട്ട് ഉണ്ടാവത്തും ഇല്ല, അപ്പോൾ നമ്മൾ പറയും അൺഅലോക്കേറ്റഡ് എന്ന് വേണമെങ്കിലും പറയേണ്ടി വരും. ഓൾറൈറ്റ്, സോ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജ് ഇതാണ്. ഡിസഡ്വാൻറ്റേജ് നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി, എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഓർത്താൽ മതി. ദാറ്റ് ഈസ് മോർ ദൻ ഇനഫ്. ഇഫ് യു ആർ ഏബിൾ ടു റൈറ്റ് അതർ 2 പോയിന്റ്സ്, ഇതും എഴുതാം അതിന്റെ കൂടെ തന്നെ. ഓക്കെ, അത് നിങ്ങൾക്ക് ഇറ്റ് ഈസ് മോർ ദൻ ഇനഫ്. ഓക്കെ, ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ, ഞാൻ അതിന്റെ കോഡും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓൾറൈറ്റ്, സോ അടുത്ത നമുക്ക് നമ്മുടെ നെക്സ്റ്റ് അലോക്കേഷൻ മെത്തേഡിലോട്ട് പോകാം, വിച്ച് ഇസ് കോൾഡ് ആസ് ദി ബെസ്റ്റ് ഫിറ്റ് മെമ്മറി അലോക്കേഷൻ. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും ബെസ്റ്റ് ഫിറ്റ് എന്താണ്. അതിനാവശ്യമുള്ളത്, പ്രോസസ്സിന് ആവശ്യമുള്ളത്, നമ്മൾ പറയത്തില്ല ആവശ്യമുള്ളത് കഴിച്ചാൽ മതി, വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് പറയത്തില്ലേ. റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആവശ്യമുള്ളത് മാത്രം എടുക്കുക. റൈറ്റ്, നമുക്ക് ഫിറ്റായ, നമുക്ക് ബെസ്റ്റ് ഫിറ്റായ, അതാണ് സെയിം ടെർമിനോളജിയാണ് യൂസ്. നമുക്ക് ബെസ്റ്റ് ഫിറ്റായ മെമ്മറിന് നമ്മൾ എടുക്കുന്നു, ബാക്കി ആവശ്യമില്ലാതെ നമ്മൾ ഒരുപാട് മെമ്മറി എടുക്കാൻ നമ്മൾ പോകത്തില്ല. സോ അതുകൊണ്ട് അതിനെ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, നൗ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെർച്ചസ് ദി എൻറ്റയർ ലിസ്റ്റ് ഓഫ് മെമ്മറി blocks, okay, and chooses the smallest block that is large enough to accommodate the process. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മുഴുവൻ തപ്പുക എന്ന് പറയുമ്പോൾ അതൊരു ഇച്ചിരി പണിയാണ്, അപ്പോൾ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. അഡ്വാൻറ്റേജ് എന്തായിരിക്കും? എഫിഷ്യന്റ് യൂസ് ഓഫ് മെമ്മറി ആയിരിക്കും. ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഓൾ റൈറ്റ്, സോ മൂവിങ് ഫോർവേഡ്, ഇഫ് ദ ചോസൺ ബ്ലോക്സ് അഗൈൻ സെയിം സ്പ്ലിറ്റ് ചെയ്യും. ഇഫ് ദ ചോസൺ ബ്ലോക്ക് ലാർജർ ആണെങ്കിൽ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള പാർട്ടും പിന്നെ റിമൈനിങ് പാർട്ട് ഫോർ ഫ്യൂച്ചർ യൂസ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് നമ്മുടെ എക്സാമ്പിളിൽ 100 KB സ്പേസ് ഉണ്ട്, 500 KB സ്പേസ് ഉണ്ട്, 200 KB, 300 and 600 KB സ്പേസ് ഉണ്ട്. ഓൾറൈറ്റ്, ഇങ്ങനെ. ഓൾറൈറ്റ്, നൗ എന്ത് വരുവാണ്, നമുക്ക് നമ്മൾ 212 KB ഫസ്റ്റ് വന്നു. അപ്പൊ 212 നമ്മൾ എവിടെ കൊടുക്കും? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുവാണ്, ഇതെടുക്കത്തില്ല, കാരണം ഇത് ഫസ്റ്റ് ഫിറ്റ് അല്ല. നമ്മൾ ഇവിടെ പോവും, ഇവിടെയും പോയിട്ട് ഇതും എടുക്കത്തില്ല, കാരണം ഇത് പറ്റത്തില്ല. ഇവിടെ പോവും, ഇവിടെയും പോവും. ഓൾറൈറ്റ്, അപ്പൊ ഇതിനകത്ത് ബെറ്റർ ഏതാണ്? നമുക്ക് 300 KB ആണ് നമ്മുടെ ആവശ്യത്തിന്. റൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 300 KB എടുക്കും. റൈറ്റ്, സോ 300 KB എടുത്തിട്ട് നമ്മൾ 212 അലോക്കേറ്റ് ചെയ്യും. സോ 212 ഇത്രയും അലോക്കേറ്റ് ആവും. ഓൾറൈറ്റ്, 212 KB. ഓക്കെ, ഇത് നമ്മുടെ P1 ആണ്. ഓക്കെ, ഓൾറൈറ്റ്, ബാക്കി ഇതിന് ഞാൻ KB എഴുതുന്നില്ല. ഓക്കെ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇത്രയും സ്പേസ് എന്താണ്? 88 KB ആണ്. 88 KB. ഓക്കെ, 88 KB, ബാക്കി മിച്ചം വരുന്നത്. ഓൾറൈറ്റ്, ഇനി നമ്മൾ അടുത്ത ആരാ വരുന്നത്? നമ്മുടെ P2 ആ വരുന്നത്. P2 എവിടെ പോവും? ഇവിടെ വരും, ഇത് ചെക്ക് ചെയ്യും, ഇതും ചെക്ക് ചെയ്യും. നമുക്ക് ഇവിടെ യൂസറിന് നോക്കുമ്പോൾ ഇതാണ് അപ്രോപ്രിയേറ്റ്, പക്ഷെ എന്ത് ചെയ്യും? മൊത്തം നോക്കും. 200 നോക്കും, ഇത് നോക്കും, 88 അല്ല, 600 നോക്കും. ഇതിൽ ബെറ്റർ ഏതാണ്? 500 ആണ്. സോ എന്താണ്? 417 എടുക്കും. ഓക്കെ, സോ 417 സ്പേസ് 417 KB എടുക്കും. റൈറ്റ്, ദിസ് ഇസ് P2. ഇറ്റ് ടേക്സ് 417 KB സ്പേസ്. ബാക്കി എത്ര മിച്ചമുണ്ട്? 83 KB മിച്ചമുണ്ട്. ഓൾറൈറ്റ്, ഇനി അടുത്ത് എന്താ വരുന്നത്? P3 വരും. P3 എന്താണ്? 112. ഇവിടെ നോക്കും, ഇതാണോ? അല്ല. ഇവിടെ നോക്കും, 83 KB, അതിനും പറ്റത്തില്ല. 200 KB നോക്കും, പോസിബിൾ ആണ്, പക്ഷെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും. 88 KB അല്ല, 600. ഇത് വളരെ കൂടുതലാണ്. അപ്പൊ എന്തെടുക്കും? 212 തന്നെ എടുക്കും. ഓൾറൈറ്റ്, സോ ഇതിനകത്ത് 112 സ്പേസ് അലോക്കേറ്റ് ആയി കഴിഞ്ഞു. 112 KB. ഇതെന്താണ്? നമ്മുടെ P3 ആണ്. ബാക്കി എത്രയുണ്ട്? 88 KB ഉണ്ട്. ഓക്കെ, 88 KB ഉണ്ട്. ഇനി അടുത്ത ആരാണ്? 426 P4. ഇവിടെ നോക്കും, പറ്റത്തില്ല. ഇവിടെ നോക്കും,
നടക്കത്തില്ല. 83 KB ആണ്, ഇവിടെയും 88 KB പറ്റത്തില്ല. അപ്പോൾ ബാക്കി എന്താണ്, 600 KB തന്നെയാണ് റിമൈനിങ് ആയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യും, 426 നമ്മൾ കൊടുക്കും. ഓക്കെ, 426 സപ്പോസ് കൊടുത്തു. ഓക്കെ, സോ 426 KB നമ്മൾ ആർക്ക് കൊടുത്തു, P4ന് കൊടുത്തു. ബാക്കി എത്രയുണ്ട് നമുക്ക്, യു ക്യാൻ സി 174 KB നമുക്ക് ബാക്കിയുണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയാണ് ബെസ്റ്റ് ഫിറ്റ് വർക്ക് ആവുന്നത്. ഓൾ റൈറ്റ്, വളരെ സിമ്പിൾ ആണ്. എന്താണ്, നമ്മൾ ഏറ്റവും ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തിട്ട് ബാക്കി നമ്മൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം സ്കാൻ ചെയ്യേണ്ടി വരും. ഓൾ റൈറ്റ്, സോ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജ് എന്തായിരിക്കും, മിനിമൈസസ് ലെഫ്റ്റ് ഓവർ സ്പേസ്. ഇത് വളരെ ട്രൂ ആണ്, നമുക്ക് നന്നായിട്ട് അറിയാം. റൈറ്റ്, റെഡ്യൂസിങ് ദി വേസ്റ്റേജ് ഓഫ് മെമ്മറി, ക്യാൻ ബി മോർ സ്പേസ് എഫിഷ്യൻറ്റ് ദാൻ ഫസ്റ്റ് ഫിറ്റ്. സെയിം കാര്യം തന്നെയാണ്, രണ്ട് രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും, സ്ലോവർ അലൊക്കേഷൻ. ബിക്കോസ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റം മസ്റ്റ് സെർച്ച് ദി എൻറ്റയർ ലിസ്റ്റ് ടു ഫൈൻഡ് ദി സ്മോളസ്റ്റ് ഫിറ്റിംഗ് ബ്ലോക്ക്. അത് ഏറ്റവും അവസാനമാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ അവസാനം വരെ പോയിട്ട് നോക്കണം. നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് കിട്ടി എന്ന് വിചാരിക്കുക. സപ്പോസ് ഇങ്ങനെ നമ്മൾ നോക്കുവാണ്, ഇവിടെ തന്നെ നമുക്ക് ബെസ്റ്റ് ഫിറ്റ് കിട്ടി, പക്ഷെ എന്ത് ചെയ്യും, ഇവിടം വരെ മൊത്തം പോയി നോക്കണം, എന്നിട്ട് നമ്മൾ ഇത് ചൂസ് ചെയ്യും. സോ എന്താണ്, ഇത് കുറച്ചുകൂടെ സ്ലോവർ അലൊക്കേഷൻ ടെക്നിക്കാണ്. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നൗ ക്യാൻ ലീഡ് ടു സെയിം എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റ്, ഇവിടെയും ഉണ്ടാവും. യു ക്യാൻ സീ ഇൻ ദി പ്രീവിയസ് അതിനകത്ത് നോക്കുമ്പോൾ അവിടെയും എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റ് 83 KB 88 KB ഇടയ്ക്കിടയ്ക്ക് പെട്ട് കിടക്കുവാണ്. ഓൾ റൈറ്റ്, സോ അതെന്താണ്, എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എപ്പോഴും ഉള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. ഓക്കെ, ഇനി ഓവർ ടൈം പെർഫോമൻസ് മേ ഡിഗ്രേഡ് ഡ്യൂ ടു മെനി, അത് തന്നെ സെയിം എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് പെർഫോമൻസസും ഇതുപോലെ തന്നെ ഡിഗ്രേഡ് ആവാം. ഓൾ റൈറ്റ്, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബെസ്റ്റ് ഫിറ്റിലുള്ളത്. ഓൾ റൈറ്റ്, ഇനി നമുക്ക് വേഴ്സ്റ്റ് ഫിറ്റ് എന്താണെന്ന് നോക്കാം. വേഴ്സ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഏറ്റവും വലിയ സ്പേസ് എടുക്കും. ഓൾ റൈറ്റ്, സപ്പോസ് എനിക്ക് 5 KB ആണ് ഫില്ല് ചെയ്യേണ്ടത് പ്രോസസ് P1. നമ്മുടെ മെമ്മറി സ്പേസിൽ 600 KB ഏറ്റവും ഹയസ്റ്റ്, ആ ഹയസ്റ്റിൽ പോയിട്ട് 5 KB കൊണ്ടിടും. റൈറ്റ്, അപ്പൊ നമ്മൾ ഇത് വേഴ്സ്റ്റ് രീതി എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി ഓഫ് യൂട്ടിലൈസിങ് ദ മെമ്മറി വേഴ്സ്റ്റ് ആണ്. പക്ഷെ ഇത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഉണ്ടാവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്, നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ 6 KB കൊണ്ട് ഇട്ടു, ഇനി ബാക്കി സ്പേസ് ഉണ്ടാവുമല്ലോ നമ്മൾ. റൈറ്റ്, അപ്പൊ ഇനി വരുന്ന പ്രോസസ്സ് എല്ലാം എന്താണ്, ആ സ്പേസിലോട്ട് ഒക്കുപ്പൈ ചെയ്തിട്ട് പ്രോപ്പർ ആക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ഓൾ റൈറ്റ്, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. സോ വേഴ്സ്റ്റ് ഫിറ്റ് സ്ട്രാറ്റജി എന്താണ്, the largest available memory block that can accommodate it. Got clear? The idea is to see, ഇത് വായിച്ചു നോക്കുക. The idea is to leave behind the largest possible leftover space after allocation in the hope that it can be used for further processes. Right? So എന്താണ്, നമ്മൾ ഏറ്റവും വലിയ മെമ്മറി സ്പേസിനെ എടുത്തു. റൈറ്റ്, സപ്പോസ് ഇതാണ് ഏറ്റവും വലിയ, നമ്മൾ ചെറിയൊരു സാധനം നമ്മൾ എന്ത് ചെയ്തു, അടുക്കി വെക്കുന്ന പോലെ നമുക്ക് 6 KB നമ്മൾ ഇവിടെ വെച്ചു. സപ്പോസ് ഇത് മൊത്തം 600 KB ആണ്. അപ്പം നമ്മൾ എന്താണ്, നമ്മൾ ഹോപ്പ് ചെയ്യുവാണ് ദാറ്റ് അതർ പ്രോസസ്സ് വന്നിട്ട് ഇതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുമായിരിക്കും എന്നുള്ളൊരു ഹോപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. സോ വേഴ്സ്റ്റ് ഫിറ്റ് ഇറ്റ് മേ നോട്ട് ബി ആസ് ബാഡ് ആസ് ഇറ്റ് ലുക്സ്. പക്ഷേ നമ്മൾ മെമ്മറി യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ് ഓഫ് ദി കേസസ് ഇത് മോശം തന്നെയാണ്. ഓൾറൈറ്റ്, ഇനി എക്സാമ്പിൾ 100 KB 500 KB 200 KB 350 KB നമ്മുടെ അവൈലബിൾ ബ്ലോക്സ് ആണ് ഇതുപോലെ. ഓൾറൈറ്റ്, ഇനി നമുക്ക് എന്താണ് 120 KB. സോ 120 KB എവിടെ പോവും, ഇവിടെ നോക്കി, ഇവിടെയും നോക്കും, ഇവിടെ പോവാം പക്ഷെ പോവത്തില്ല, ഇവിടെയും പോവത്തില്ല, എവിടെ പോവും, ഇവിടെ പോവും, ഈ 500 KBയിലോട്ട് പോവും. റൈറ്റ്, സോ 500 KBയിലോട്ട് നമ്മുടെ 120 സ്പേസ് വരും. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി എന്ത് വരും, നമുക്ക് ഒരു 380 KBയുടെ സ്പേസ് ഫ്രീ ആയിട്ട് കിട്ടും. 380 KBയിൽ ബാക്കിയെല്ലാം എന്ത് ചെയ്യും, യു ക്യാൻ സി 120 മുഴുവൻ ഒക്കുപ്പൈ ചെയ്യും. ഓൾറൈറ്റ്, P1 ഒക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞു 120 KB. അടുത്ത 150 വരുമ്പോഴത്തേക്കും എവിടെ പോകും, 150 യു ക്യാൻ സി 380, ബാക്കി 380 ആണ് ഇവിടെ, 200 to 350. റൈറ്റ്, അതിൽ ഏറ്റവും വലുത് ഏതാണ്, ഇതാണ്. സോ ഇതിൽ പോകും. റൈറ്റ്, സോ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ 380 ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ 380 നമ്മൾ എന്താണ്, യു ക്യാൻ സി 380 ബാക്കി ഉണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്തു, 150 ഫില്ല് ചെയ്തു. റൈറ്റ്, സോ 150 ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 230 ബാക്കി വരും. റൈറ്റ്, സോ 150 ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും 230 KB മിച്ചം വരും. 150 ഇവിടെ ഫില്ലായി, P2ലോട്ട് ഫില്ലായി. ഓൾറൈറ്റ്, ഇനി അടുത്ത ആരാ വരുന്നത്, 400 ആണ് വരുന്നത്. റൈറ്റ്, സോ 400 യു ക്യാൻ സി 400 അൺഅലോക്കേറ്റഡ് ആയിരിക്കും. കാരണം എന്താ, എവിടെയും ഫിറ്റ് ആവത്തില്ല. 80 KB എവിടെ ഫിറ്റ് ആവും, നിങ്ങൾ നോക്കുക, ഇവിടെ ഫിറ്റ് ആവാം പക്ഷെ അവിടെ ഫിറ്റ് ആവത്തില്ല, ഇവിടെ ഫിറ്റ് ആവും അവിടെയും ഫിറ്റ് ആവത്തില്ല. ഇവിടെ 230 KB ബാക്കിയുണ്ട്, അവിടെ ഫിറ്റ് ആവാം പക്ഷെ നോക്കുവാണ്
ഏറ്റവും വലുത് ഏതാണ് അവിടെ പോയി നോക്കും. 200 അടക്കം ഫിറ്റ്, പക്ഷെ അവിടെയും പോകത്തില്ല. ഇത് ചൂസ് ചെയ്യും, എന്നിട്ട് ഇവിടെ പോയിട്ട് 80 KB ഇവിടെ ഫില്ലാവും. ഓൾറൈറ്റ്, P4. സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. വേഴ്സ്റ്റ് ജസ്റ്റ് എന്താണ് നമ്മുടെ ഐഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കി സ്പേസിൽ ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ഐഡിയ. അതൊരു എന്താണ് ജസ്റ്റ് ഗ്യാമ്പിൾ പോലെയാണ്. ഓൾറൈറ്റ്, പക്ഷേ ചില സമയങ്ങളിൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും. ഓൾറൈറ്റ്, സോ നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. അഡ്വാൻറ്റേജ് എന്താണ്? മേ റെഡ്യൂസ്, യു ക്യാൻ സി മേ റെഡ്യൂസ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. അടിക്കടിക്ക് വെക്കുന്ന പോലെ ചില കേസസിൽ വന്നാൽ ഓക്കെ. ഇൻ സം കേസസ് ബിക്കോസ് ഇറ്റ് ലീവ്സ് ലാർജർ ഫ്രീ ബ്ലോക്സ് ആഫ്റ്റർ അലൊക്കേഷൻ. ഓക്കെ, നൗ സിമ്പിൾ ടു ഇംപ്ലിമെന്റ് കമ്പയർഡ് ടു മോർ അഡ്വാൻസ് അൽഗോരിതം. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒമിറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഡിസഡ്വാൻറ്റേജ് ഓഫൺ ലീഡ്സ് ടു പുവർ മെമ്മറി ലോഡ്. സോ ഓഫൺ, ഇത് മേ ബി ചില സമയത്ത് ബെറ്റർ ആയിരിക്കും. ഓഫൺ ലീഡ്സ് ടു പുവർ മെമ്മറി യൂട്ടിലൈസേഷൻ ആസ് ലാർജ് ബ്ലോക്സ് ഗെറ്റ്സ് ബ്രോക്കൺ ഇൻ ടു സ്മോൾ അൺയൂസബിൾ pieces. All right, so no efficient for system where memory is scarce. So ചെറിയ മെമ്മറി സ്പേസ് ഉള്ളെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഓൾറൈറ്റ്, കുറച്ച് മെമ്മറി സ്പേസ് ഉള്ളെങ്കിൽ. ഓൾറൈറ്റ്, സോ ഇത്രയും കാര്യങ്ങളാണ് വേർസ്റ്റ് ഫിറ്റ് മെമ്മറി അലൊക്കേഷനിൽ നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ ഗാർബേജ് കളക്ഷൻ ആൻഡ് കോമ്പാക്ഷൻ എന്താണ്? ഓൾറൈറ്റ്, നമ്മുടെ ഗാർബേജ് കളക്ഷൻ ആൻഡ് കോമ്പാക്ഷൻ. സോ വാട്ട് ഈസ് ദ ഡെഫിനേഷൻ? പ്രോസസ് ദാറ്റ് ഓട്ടോമാറ്റിക്കലി റീക്ലെയിംസ് മെമ്മറി വിച്ച് ഈസ് നോ ലോങ്ങർ ഇൻ യൂസ് ബൈ എനി പ്രോഗ്രാം. ഓക്കെ, നമ്മുടെ മെമ്മറി സ്പേസിൽ കുറേ മെമ്മറി വെറുതെ കിടക്കുമായിരിക്കും, ആരും ക്ലെയിം ചെയ്യാതെ ഒരു റെഫറൻസും ഇല്ലാതെ കിടക്കുന്നതിന് എന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കലി റീക്ലെയിം ചെയ്യും. അതിനാണ് നമ്മൾ ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ യൂഷ്വലി നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒരു ജാനിറ്റർ ഉണ്ടാവും. ജാനിറ്റർ വന്നിട്ട് എന്ത് ചെയ്യും? അത് മുഴുവൻ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് പറയും നൗ ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ അതർ ഗസ്റ്റ് ടു എൻറ്റർ. ഓൾറൈറ്റ്, ഇൻ ദ സിമിലർ ഫാഷൻ അതുപോലെയാണ് ഗാർബേജ് കളക്ഷൻ ചെയ്യുന്നത്. എന്താണ് ഇത്? മെമ്മറി ലീക്സിനെ പ്രിവെന്റ്. ദാറ്റ് മീൻസ് എന്താണ്? നമ്മൾ ഒക്കുപ്പൈഡ് അല്ല, പക്ഷെ എന്താണ്, ആർക്കും അറിയത്തില്ല ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഒക്കുപ്പൈഡ്. അപ്പൊ എന്താണ്, അവിടെ മെമ്മറി ലീക്ക് വരാം. ഓൾറൈറ്റ്, അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യും ഗാർബേജ് കളക്ഷൻ. കാരണം വെച്ചാൽ ഗാർബേജ് മുഴുവൻ എല്ലാം കളക്ട് ചെയ്ത് തന്നെ ഫ്രീ ആക്കിയിട്ട് ഫർദർ യൂസിന് വേണ്ടി കൊടുക്കും. ഇറ്റ് ഫ്രീസ് അൺയൂസ്ഡ് മെമ്മറി ഫോർ ഫ്യൂച്ചർ അലൊക്കേഷൻ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഐഡന്റിഫൈസ് മെമ്മറി ബ്ലോക്സ് വിത്ത് നോ റെഫറൻസ് ഓർ പോയിന്റേഴ്സ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഒരു റെഫറൻസും പോയിന്റേഴ്സും ഇല്ലാത്ത മെമ്മറി ബ്ലോക്കിനെ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും? ഫ്രീ ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം, ഞാൻ അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചു തരാം. ഓൾറൈറ്റ്, കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അമർത്തി അതിന് സ്പേസ് കൊണ്ടുവരിക, കോമ്പാക്ട് ചെയ്യുക എന്നതിന്റെ സെയിം വേർഡ് തന്നെയാണ്. എന്താണ് അതിന്റെ മീനിങ്? ഇത് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷന് റിമൂവ് ചെയ്യും. റൈറ്റ്, ബൈ കമ്പൈനിങ് സ്കാറ്റേർഡ് ഫ്രീ മെമ്മറി ബ്ലോക്സ്. റൈറ്റ്, സപ്പോസ് ഇങ്ങനെ വിചാരിക്കുക, സപ്പോസ് ഇതെല്ലാം ഒക്കുപ്പൈഡ് സ്പേസസ് ആണ്, ഇവിടെ അൺഒക്കുപ്പൈഡ് സ്പേസസ് ആണ്, ഇത് ഒക്കുപ്പൈഡ് സ്പേസസ് ആണ്, ഇവിടെ ഒരു അൺഒക്കുപ്പൈഡ് സ്പേസസ് വന്ന്. റൈറ്റ്, ആൻഡ് യു ക്യാൻ സി ഇവിടെ ഒരു, സോ ഇത്രയും ദിസ് വൺ റൈറ്റ്. അപ്പൊ ഇത് ആക്ച്വലി എന്താണ്? ഇതെല്ലാം ഫ്രീ സ്പേസസ് ആണ്, പക്ഷെ എന്താണ്, ഇത് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുവാണ്. കോമ്പാക്ഷൻ എന്ത് ചെയ്യും? ഇതിനെല്ലാത്തിനും ചേർത്തിട്ട് എന്ത് ചെയ്യും? ഇതിനെല്ലാത്തിനും ചേർത്ത് ഇങ്ങനെ ഒരു ഫ്രീ സ്പേസ് ഉണ്ടാക്കും. ബാക്കി എല്ലാത്തിനും ഇങ്ങനെ കോമ്പാക്ട് ചെയ്ത് ഇങ്ങനെ വിടും. ഓൾറൈറ്റ്, സോ ഓബ്വിയസ്ലി ഇതിന് ഓരോത്തിനും എന്തുണ്ടാവും? ഒരു അഡ്രസ്സസ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം ഉള്ള ഇനീഷ്യൽ അഡ്രസ് ആയിരിക്കത്തില്ല കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അഡ്രസ്സസ്. ഓൾറൈറ്റ്, കാരണം എന്താണ്? ഇതിന് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പുഷ് ചെയ്യുവാണ്, എന്നിട്ട് ഫ്രീ ആയിട്ടുള്ള സ്പേസിനെ ക്രിയേറ്റ് ചെയ്യുവാണ്, കോമ്പാക്ട് ചെയ്യുവാണ് യൂസ്ഡ് ആയിട്ടുള്ള സ്പേസസിനെ. ഇതിനാണ് നമ്മൾ കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ അതാണ് അത് ചെയ്യുന്നത്. ക്ലിയർ ആയോ? റൈറ്റ്, സോ വാട്ട് വി നീഡ് ടു ഡു? നമ്മൾ എന്താ ചെയ്യുന്നത്? കമ്പൈനിങ് സ്കാറ്റേർഡ് ഫ്രീ മെമ്മറി ബ്ലോക്സ് ഇൻ ടു എ സിംഗിൾ ലാർജ് കണ്ടിന്യൂസ് ബ്ലോക്ക്. ഓൾറൈറ്റ്, നൗ ഇറ്റ് ക്രിയേറ്റ്സ് ലാർജർ കോണ്ടിഗ്യുവസ് മെമ്മറി ബ്ലോക്സ്. റൈറ്റ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താണ്, ഇങ്ങനെ കോമ്പാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഇരിക്കും. ഇവിടെ ഒരു ഫ്രീ സ്പേസ് നമുക്ക് കിട്ടും വിച്ച് ഇസ് ലാർജ്. ഓൾറൈറ്റ്, അത് കണ്ടിന്യൂസും ആയിരിക്കും. നൗ എങ്ങനെ അത് വർക്ക് ചെയ്യുന്നത്? മൂവ്സ് പ്രോസസ്സസ് ഇൻ മെമ്മറി സോ ദാറ്റ് ഓൾ ഫ്രീ സ്പേസസ് ആർ ഗ്യാതേർഡ് ടുഗദർ. റൈറ്റ്, സോ ഒബ്വിയസ്ലി ആദ്യം ഉണ്ടായിരുന്ന അഡ്രസ്സിൽ നിന്നും മാറി വേറെ സ്ഥലത്തോട്ട് ഇതിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓൾറൈറ്റ്, നൗ എന്തൊക്കെയാണ് ഡിഫറൻസസ് ഗാർബേജ് കളക്ഷനും കോമ്പാക്ഷൻ തമ്മിൽ? ഓക്കെ, യു ക്യാൻ സി ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഗാർബേജ് കളക്ഷൻ എന്താ ചെയ്യുക? ജസ്റ്റ് മെമ്മറിനെ ഫ്രീസ് അൺയൂസ്ഡ് മെമ്മറി സ്പേസസ്, അൺയൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന മെമ്മറി സ്പേസിനെ ഫ്രീ ചെയ്യും. ഇതെന്താ ചെയ്യുന്നത്? ഇതിനെ റീഅറേഞ്ച് ചെയ്യും. നമുക്കറിയാം എന്താണ്, നമ്മൾ നേരത്തെ ഉള്ളതിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് സ്പേസ് ഉണ്ടാക്കി തരും. നൗ റിമൂവ്സ് മെമ്മറി ലീക്സ്. ഒബ്വിയസ്ലി ഇതെന്താ ചെയ്യുന്നത്? റിമൂവ്സ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. നൗ ക്യാൻ ബി ഓട്ടോമാറ്റിക് ഓർ മാനുവൽ, ഡൺ ബൈ OS ഡ്യൂറിംഗ് ദി
മെമ്മറി. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാനുവലായിട്ടും ഫ്രീ എന്ന് പറഞ്ഞ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കും ആവാം. പക്ഷേ ഇതെന്താണ്? ഇത് OS ആണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് കോമ്പാക്ഷൻ. ഓൾറൈറ്റ്, ഇത്രയും ഡിഫറൻസസ് ആണ് ഉള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. സോ ഇത്രയും കാര്യങ്ങളുടെ നമ്മുടെ മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ആയി. ഓൾറൈറ്റ്, സോ താങ്ക് യു ഫോർ വാച്ചിങ്.